കറക്റ്റ്. ഏറ്റവും ആദ്യം പറയാൻ എന്നാന്നറിയോ, ഈ ഡ്രസ്സൊക്കെ എവിടുന്ന് ചെയ്യിപ്പിക്കുന്നേ? ഇത് ചെയ്യിപ്പിച്ചല്ലേ ചേച്ചി, ഇത് ഞാനിങ്ങനെ ഓൺലൈനിലൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാണ് പിടിക്കും. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒത്തിരി ചേഞ്ച് ഉണ്ട് അല്ലെ? ആദ്യം കാണുന്നതിലും ഒത്തിരി എനിക്കൊന്ന് ഒത്തിരി അപ്ഡേറ്റഡ് ആയി, ഫാഷനബിൾ ആയി. നീ ആളാകെ മാറിപ്പോയില്ലടാ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓഹോ, വേഷം മാത്രമല്ല, ഞാൻ ആകെ മാറിപ്പോയി. എ കംപ്ലീറ്റ് പെരിസ്ട്രോയിക്ക. വർത്താനം പറയുന്ന കുറവാന്നോ? അഖിലിനോട് കൂടി എന്റെ വീട്ടിലെ CC ക്യാമറ ചേച്ചി എടുക്കണം, അന്നേരം ചേച്ചിക്ക് അറിയാം എന്താ സത്യം. ആരാ വർത്താനം പറയുന്നത്? ఒక్కసారి కాదు 100 సారి నిన్నే చిట్టమ్మని పిలిపించాని నేను గుంటూరు గారి పార్వతిని. నా ముళ్ళ మాట్లాడడానికి నువ్వింక పెరగలేదురా. విన్నవారా? కుక్కుల, పిల్లిగా, గాడిదల. ഇങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞു, പണ്ടത്തെ പോലൊന്നും അല്ല, നിങ്ങൾ അവിടെ വെച്ച് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചലക്കി തരുമത്. എന്റെ തമ്പുരാനെ, എന്തായാലും അത് കൈ നീട്ടാന്ന് എനിക്ക് ഉറപ്പായി. ഒരേ ബിൽഡിംഗ് തള്ളി മറിച്ചിടരുത്. ഞാൻ ഇന്നലെ ആ CCL കളിക്കാൻ പോയതാണ്. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ? ഞാൻ അവിടെ കിടന്ന് മരിച്ച് ഫീൽ ചെയ്ത് ഇവള് കണ്ടില്ല. అయ్యో కష్టం. ഞാൻ ആ പ്രാചി തേലാന്റെ കൂടെ നിൽക്കുന്ന ഈ വീഡിയോ അത് മാത്രം കട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ട്, എന്റെ മേജറെ മൂത്ത് നിറച്ചില്ലേ, എങ്ങനെങ്കിലും ഈ പഞ്ചാരയുടെ നിർത്തിക്കൂടെ? അവിടെ കിടന്ന് മരിച്ച് ഫീൽ ചെയ്ത് ഇവള് കണ്ടില്ല. ഞാൻ ആ പ്രാചി തേലാന്റെ കൂടെ നിൽക്കുന്ന ഈ വീഡിയോ അത് മാത്രം കട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ട് എന്തോ ഉദ്ദേശം. അല്ല, എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുന്നോണ്ട് എന്നാ തെറ്റ്? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഓരില്ല, എന്റെ അടുക്കള വന്നിട്ട് എന്നോട് എണീക്കാനോ? അതുകൊണ്ടാണോ സാർ അഭിനയിക്കാത്തത്? സാർ അഭിനയിക്കാനോ? ഇങ്ങനെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഡയറക്ടേഴ്സ് മിണ്ടാറില്ല, പണി അറിഞ്ഞുകൂടാത്ത സംവിധായകന്മാരും മിണ്ടും. എന്നെയൊക്കെ കണ്ടിട്ടില്ല. ഒരു വിറ്റ് കേട്ടിട്ട് എന്താ ചിരിക്കാത്തെ? ഓ പിന്നെ ഈ വളിപ്പൊക്കെ പറഞ്ഞ് തന്നെ തറങ്ങി ജയിച്ചാ ഈ പറഞ്ഞതിന്റെ ഇടയ്ക്ക് സംവിധാനം എന്നൊക്കെ പറഞ്ഞല്ലോ, അതിനല്ലേ ഇറങ്ങി എന്നായി? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോ വേണമെങ്കിലും ഇറങ്ങാം. ഒരു നല്ല സബ്ജക്ട് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഏതൊരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞാലും അവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴായാലും നമുക്ക് പടം ചെയ്യാം. അതിന്റെ കൂടെ ഇടയ്ക്ക് രാഷ്ട്രീയത്തിൽ കയറിയൊന്ന് കൈവച്ചല്ലോ. അത് ഇടയ്ക്കല്ല, അത് എപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്നെ ഒരുപാട് ഏതിലേ ഉറക്കുന്നേ? പിന്നെ നാണക്കെടുത്തി. അതെന്താന്ന് വെച്ചാല് ഇത് പറയുമ്പോ തന്നെ ആൾക്കാർ കളിയാക്കി. ഈ പല മേഖലയിൽ ദൈവം ആർക്കും കഴിവ് കൊടുക്കരുത്. ഇതിപ്പോ അപ്പൊ അതാണ് പറ്റിയ പ്രശ്നം. നമ്മൾ തികഞ്ഞു നിൽക്കും.